ഇന്നത്തെ എൻ്റെ അമ്മയുടെ യാത്ര മണ്ണാറശാല അമ്പലത്തിലോട്ടാണ്. ആ ചാറ്റൽ മഴ നനഞ്ഞങ്ങനെ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള സങ്കടങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു. വളരെ ശാന്തമായ അമ്പലം. അവിടുത്തെ കാവുകളിലെ ഇലകൾ പോലും നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അനന്തൻ്റെ സ്ഥലമല്ലേ ഇത്? മണ്ണാറശാല അമ്മയുടെ അനുഗ്രഹവും വാങ്ങി തൊഴുതു മടങ്ങുമ്പോൾ ഇനിയും തിരിച്ചു വരത്തക്ക എന്തോ ഒന്ന് ആ മണ്ണിലുണ്ടെന്ന് തോന്നും. അവിടുത്തെ ഇലകളും കാവുകളും കുളങ്ങളും എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കുന്ന പോലെ. ഇനിയും വരാമെന്ന് പ്രകൃതിയോട് ചൊല്ലി. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഉരുളി കമഴ്ത്തൽ. സന്താനമില്ലാത്തവർക്ക് സന്താനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വഴിപാട് നടത്തുന്നത്. വ്രതശുദ്ധിയോടുകൂടി മാത്രമേ ദമ്പതികൾ ഈ അമ്പലത്തിലെത്താവൂ. മണ്ണാറശാല അമ്മ പറയുന്നതനുസരിച്ചിട്ടാണ് വഴിപാട് നടത്തുന്നത്. മക്കളില്ലാതെ ജീവിച്ച ഇല്ലത്തെ ശ്രീദേവി അന്തർജനത്തിന് അനന്തൻ ഉണ്ടായതിനാലാണ് ഇങ്ങനൊരാചാരം അല്ലെങ്കിൽ ഇങ്ങനൊരു വഴിപാട് നടക്കുന്നതെന്ന് പറയപ്പെടുന്നു. കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ 6 മാസത്തിനകം അമ്പലത്തിലെത്തണമെന്നാണ് പറയുന്നത്. ശാന്തിക്കായിട്ടും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനായിട്ടും നമ്മളിവിടെ പ്രാർത്ഥിക്കാറും വഴിപാട് നടത്താറുമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാവുകൾക്കുള്ളിൽ 30,000-ൽ പരം നാഗപ്രതിമകൾ ഇവിടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞൾ കുഴമ്പ് രോഗസംഹാരിയാണ്. രാവിലെ 5 മണി തൊട്ട് 12 മണി വരെയാണ് ദർശന സമയം. അവിടെ തന്നെ അന്നദാനവും നടക്കുന്നുണ്ട്. കൂപ്പൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ അന്നദാനം കഴിക്കാനായിട്ട് പറ്റും.